നമ്മളിങ്ങനെ ചിന്നക്കുറുപ്പിന്റെ പറമ്പിൽ നടന്നു കളിച്ചിട്ട് ഒരു കാര്യമില്ല. ഈ വീടിനകത്ത് വലിയൊരു വിഷപ്പാമ്പുണ്ടല്ലോ, ചിന്നക്കുറുപ്പ്. നിങ്ങളുടെ അച്ഛൻ? അതെന്റെ ചെറിയച്ഛനാ. അച്ഛൻ മരിച്ചുപോയി. ഓ, അപ്പൊ അച്ഛന്റെ അടുത്തേക്കുള്ള പോക്കായിരുന്നു അല്ലേ? എന്നാ പിന്നെ പോകുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്തൂടെ? അകത്തേക്ക് പോയി ദിനകരനെയും കാണാനില്ല, പുറത്തു നിന്നാ അധികാരിയും കള്ളന്മാരെയും ഒന്നും കാണാനില്ല. അവര് പിന്നെ എവിടെ പോയി? അവരെ ഇനി വല്ല കള്ളന്മാരും പിടിച്ചോണ്ടോയോ? ഇവിടുത്തെ പത്തായപ്പുരയില് ആ കുറുപ്പ് എന്തൊക്കെയോ കൊണ്ടുവച്ചിട്ടുണ്ട്. പത്തായപ്പുരയുടെ താക്കോല് ചെറിയച്ഛന്റെ തലയുടെ താഴെ ഉണ്ടാവും. എവിടെയാ തലേണ? ഓ, എന്താകത്തൊരു ശബ്ദം? അപ്പൊ മറ്റതോ? ഓ, ഞാൻ വിചാരിച്ചു ബെഡ്റൂമിൽ ജനറേറ്റർ ഓൺ ചെയ്ത് വെച്ചിരിക്കാന്ന്. ഈ സഹായം ഞാൻ ഒരിക്കലും മറക്കില്ല. പറയേ, ഞാൻ എന്ത് പ്രത്യുപകാരം ചെയ്യണ്ടേ? ഈ കാട്ടുജാതിക്കാരുടെ കൂടെ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഇതിനകത്ത് ജീവിക്കാതെ ഇനിയുള്ള കാലം ഞങ്ങളെപ്പോലുള്ള നാട്ടുജാതിക്കാരുടെ കൂടെ പുറത്ത് കഴിഞ്ഞൂടെ? അങ്ങനെ കുറച്ചു കാലം നന്നായി ജീവിച്ച് ഒടുക്കം മനസമാധാനത്തോടെ തൂങ്ങി മരിക്കുന്നല്ലേ ബുദ്ധി? ദിനകരൻ അച്ഛാ, കിട്ടിയോ? സ്വർണം കിട്ടിയോ? സ്വർണം കിട്ടിയില്ല, സ്വർണം പോലത്തെ ഒരു പെണ്ണിനെ കിട്ടി. പേര് രുക്കുമണി. ചിന്നക്കുറുപ്പിന്റെ വീട്ടിലെ ജീവിതം എടുത്ത് തൂങ്ങി മരിക്കാൻ പോവായിരുന്നു. ഞാൻ ആദ്യം ഇവളെ കട്ടു. കാണാതെ പോയ സകല ഉരുപ്പടിയും ഇവിടുത്തെ പത്തായപ്പുരയിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദാ അതിന്റെ താക്കോല്. ഇനി അതുകൂടി കട്ടാ മതി, ഇല്ല അച്ഛാ? നമ്മുടെ സ്വർണ്ണം അല്ലാതെ വേറെ ഒന്നും കക്കാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞതല്ലേ? സാരമില്ല, എന്തായാലും ഞാൻ കട്ടു. ഇനി ഇവിടെ തിരിച്ചാരും കക്കാതെ നമ്മൾ നോക്കിയാ പോരെ അച്ഛാ? മതി. അതിനു മുമ്പ് പത്തായപ്പുര കാലിയാക്കുക. കോഴി ഇപ്പൊ കൂവും. ദാ കൂവി. അയ്യ, അത് കോഴിയല്ല, കുറുക്കനാ.